ഇനി നോമ്പുകാലം. സംസ്ഥാനത്ത് റംസാൻ വ്രതം ആരംഭിച്ചു. ഇനിയുള്ള ഒരു മാസം ഇസ്ലാം മത വിശ്വാസികൾ നോമ്പാചരിക്കും. റംസാൻ വ്രതത്തിന് തുടക്കമായി. ഇസ്ലാം മതവിശ്വാസികൾ ഇനി കൂട്ടായ്മയുടെയും ആത്മസംസ്കരണത്തിന്റെയും നാളുകളാണ്. നോമ്പിലൂടെയും പ്രാർത്ഥനയിലൂടെയും ആത്മശുദ്ധീകരണത്തിന്റെ ഒരു മാസം. വിശ്വാസികൾക്ക് പുണ്യകാലം. മറ്റുള്ളവന്റെ വേദന തന്റേതാവുന്ന ആത്മസമർപ്പണത്തിന്റെ 30 ദിവസങ്ങൾ. വിശ്വാസികൾ കൂട്ടമായി പള്ളികളിലെത്തി പ്രാർത്ഥനയിൽ മുഴുകി മനസ്സ് ഏകാഗ്രമാക്കാനുള്ള റംസാൻ കാലത്ത് പകൽ സമയം ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച് വിശ്വാസികൾ നോമ്പെടുക്കും. ദാനധർമ്മങ്ങളിൽ മുഴുകും. റമദാൻ നോമ്പ് പുലർച്ചെ ആരംഭിക്കുകയും സൂര്യാസ്തമയം വരെ തുടരുകയും ചെയ്യുന്നു. റമദാൻ മാസം മുഴുവൻ ഇത് പാലിക്കണം. ആത്മനിയന്ത്രണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ ഉപവാസം ഓർമ്മിപ്പിക്കുന്നു. റമദാൻ നോമ്പ് എടുക്കുന്നതിലൂടെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം. പിടിച്ചുവെക്കലല്ല, വിട്ടുകൊടുക്കലാണ് പ്രാർത്ഥനയെന്ന് ഇക്കാലത്ത് സ്വയം അറിയണമെന്നാണ് വിശ്വാസമെന്ന് മതപണ്ഡിതർ പറയുന്നു. റമദാൻ എന്ന് പറയുന്നത് അതിലെ നോമ്പും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റുബൂബിയത്തിൻ്റെ ഭാഗമായ പരിശുദ്ധ ഗ്രന്ഥം, അതായത് പരിശുദ്ധ ഖുർആൻ ശരീഫ് അവരുടെ അടിമകളിലേക്ക് ഇറക്കിക്കൊടുത്ത ഒരു മാസമാണ്. അതാണ് പരിശുദ്ധ റമദാൻ ഷരീഫിൻ്റെ പ്രത്യേകത. അപ്പോൾ ആ റമദാൻ ഷരീഫിൽ ആ പരിശുദ്ധ ഗ്രന്ഥത്തെ സ്വീകരിക്കുക എന്നുള്ളത് അവൻ്റെ അടിമകളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവനൊരു യഥാർത്ഥ മനുഷ്യനാക്കുക എന്നുള്ളതാണ് പരിശുദ്ധ നോമ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരു ശരിയായ മനുഷ്യനാക്കി അവനെ മാറ്റി അവൻ്റെ ഗ്രന്ഥം സ്വീകരിക്കുക എന്നുള്ളത് കൊണ്ട് മനുഷ്യത്വത്തെ, അതിൽ പൈശാചികമായ അവൻ്റെ പ്രവർത്തനം വർദ്ധിക്കുന്നത് അവൻ്റെ ശരീരത്തിലേക്ക് കയറുന്ന ഭക്ഷണപാനീയങ്ങൾ, അത് അമിതമാവുന്നത് കൊണ്ടാണ് പൈശാചികമായ അവൻ്റെ വികാരങ്ങൾ ഉണർത്തുന്നത്. അപ്പോൾ ആ വികാരങ്ങളെ ക്ഷയിപ്പിക്കാൻ, അതിനെ ശമിപ്പിക്കാൻ ഏറ്റവും നല്ല മരുന്ന് പരിശുദ്ധമായ നോമ്പാണ് എന്നുള്ളത് പരിശുദ്ധ ദീൻ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ആ മനുഷ്യനെ മനുഷ്യനാക്കാനും അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ ആ സൗഹൃദം ഊട്ടിയുറപ്പിക്കാനും സൗഹാർദ്ദങ്ങൾ നിലനിർത്തുക, അവനെ ഒരു യഥാർത്ഥ മനുഷ്യനാക്കുക എന്നുള്ളതാണ് സൃഷ്ടാവ് ഈ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അവതരിച്ചതിന്റെ ആഘോഷം കൂടിയാണ് റംസാൻ വ്രതം. ഖുർആനിലെ ആദ്യ സൂക്തങ്ങൾ അല്ലാഹു അവതരിപ്പിച്ചത് റമദാൻ മാസത്തിലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്.